അത് എനിക്ക് വേണ്ടാഞ്ഞിട്ടൊന്നും അല്ല. എനിക്ക് ആ 2,10,000 രൂപയെ കിട്ടിയ കഴിഞ്ഞാല് അതിനെ ഉപയോഗിക്കാൻ പറ്റിയ സാഹചര്യം എനിക്കില്ലാഞ്ഞിട്ടോ അത് വേണ്ടാഞ്ഞിട്ടോ അല്ല ഞാനത് പറഞ്ഞത്. അതിനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഓക്കെ, എന്റെ പേര് അസ്ലം സാർ ഇവിടെ സൂചിപ്പിച്ചു. ബിനോയ് TS, സ്ഥലം പൂഴിത്തോടാണ്, കുറ്റ്യാടിക്കടുത്ത്. ഇവിടുന്ന് നോക്കുമ്പോ ബിനു സാറിനെയും രജി സാറിനെയും വിജി സാറിനെയും അസ്ലം സാർ ഇതല്ലേ നമ്മൾ അറിയുന്നല്ലേ, നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ള ഒരു കാര്യം, ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി, ഈ ബിസിനസ്സിൽ നല്ലൊരു അച്ചീവർ ആകാൻ വേണ്ടിയ കാര്യങ്ങള് എന്റെ ഹൃദയം തുറന്ന്, എന്റെ ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് ഞാൻ ആദരം കൊണ്ട് നിങ്ങളോട് പറയും. കാരണം RTC റാങ്ക് വരെ, ഒരു സീലിംഗ് അച്ചീവർ വരെ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ എന്റെ ഉള്ളിൽ എനിക്ക് എന്തൊക്കെ അറിവുണ്ടോ അതിനെയൊക്കെ ഒരു പോയിന്റ് പോലും മാറ്റി വെക്കാതെ നിങ്ങളുടെ മുമ്പിൽ പറയും. അതിന് കാരണം എന്നും എപ്പോഴും നമ്മൾ കാണേണ്ടവരാണ്, നിങ്ങൾ വിജയിക്കേണ്ടവരാണ്. മഹത്തരമായ ദൈവത്തിന്റെ കയ്യൊപ്പ് ചേർത്ത് ഈ അവസരം എന്റെ കൈകളിൽ തന്നത് ഗ്രേറ്റ് എനർജറ്റിക് പേഴ്സണാലിറ്റി മെന്റർ അബ്ദുൽ ലത്തീഫ് സാറാണ്. മഹത്തരമായി ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ടിപ്പർ ലോറി ഡ്രൈവറായിരുന്നു. ടിപ്പർ ലോറിയോ ഒക്കെ ഓടിക്കാൻ, വലിയ വണ്ടിയൊക്കെ ഓടിക്കാൻ ഞാൻ പ്രാപ്തനായത് ഒറ്റ ദിവസം കൊണ്ടല്ല, ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അല്ല. ജീപ്പില് ക്ലീനറായി പോയി, ജീപ്പ് കഴുകി, ജീപ്പില് ആളെ വിളിച്ച് കയറ്റി, ആൾക്കാരുടെ അടുത്ത് നിന്ന് പണം മേടിച്ച് അത് കൃത്യമായി എണ്ണി ഡ്രൈവർക്ക് കൊടുത്ത്, വൈകുന്നേരം ആകുമ്പോൾ ജീപ്പ് കഴുകി തുച്ഛമായ പൈസക്ക് ക്ലീനർ പണി എടുത്ത് അവിടുന്ന് ജീപ്പിലെ ഡ്രൈവറായി, അവിടുന്ന് ഞാൻ മെല്ലെ കാറിലേക്ക് മാറി, അവിടുന്ന് മെല്ലെ വീണ്ടും ജീപ്പിലേക്ക് മാറി, ചെറിയ വണ്ടി ഓടിച്ചോടിച്ച് അതിൽ പ്രാക്ടീസ് ചെയ്ത് ബസ്സിൽ കയറി. ബസ്സിലും ഞാൻ ഒറ്റയടിക്ക് പോയതല്ല, ബസ്സിലും ഞാൻ മെല്ലെ പ്രാക്ടീസ് ചെയ്ത് ബസ് ഓടിക്കാൻ തുടങ്ങി. ബസ് വലിയ ബസ് ഓടിക്കാൻ തുടങ്ങി. അവിടുന്ന് ഗൾഫിലേക്ക് പോയി. ഇപ്പൊ നമ്മുടെ അർജുൻ സാറൊക്കെ ഗൾഫിൽ ദുബായിൽ ഇരുന്നിട്ട് ഈ ഗൂഗിൾ മീറ്റിലേക്ക് വരുന്നു. ഞാന് ദുബായിലൊക്കെ, ദുബായ്, ഷാർജ, ഒരു 5-6 എമിറേറ്റ്സ് കൂടുന്നതാണ് UAE എന്ന് പറയുന്നത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അവിടെ എല്ലാ എമിറേറ്റ്സിലും ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ദുബായിലൊക്കെ ഷേഖ് ഷാഹിദ് റോഡിൽ കൂടെയൊക്കെ ഞാന് അന്നത്തെ കാലത്ത് 120-ലൊക്കെ ഞാൻ വണ്ടി വിട്ടിട്ടുണ്ട്. ആ റോഡൊക്കെ എനിക്ക് ഇപ്പോഴും അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഒറ്റ ദിവസം കൊണ്ടല്ല ടിപ്പറിലേക്ക് കയറിയത്. അതിന് ഞാൻ വിധേയപ്പെട്ടു, ഞാൻ ക്ഷമിക്കാൻ തയ്യാറായി, ഞാൻ പഠിക്കാൻ തയ്യാറായി. അങ്ങനെ 10-24 വർഷം പല മേഖലയില് ജോലി ചെയ്തവനാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മഹത്തരമായ അവസരം എന്റെ കയ്യിൽ കിട്ടുന്നത്. ഈ ബിസിനസ്സിലേക്ക് വരുമ്പം അബ്ദുൽ ലത്തീഫ് സാർ എനിക്ക് ഈ പ്ലാനൊക്കെ പറഞ്ഞു തന്നു. പ്ലാൻ ഒന്നും എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ല, ഉള്ളതുപോലെ പറയാലോ. ഒരു കാര്യവും മനസ്സിലായിട്ടില്ല. 2,10,000 എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് ഈ 2,10,000 എന്റെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പൈസയൊന്നുമല്ല. നമ്മളെ പോലെ ഒരു വ്യക്തിക്ക് ജോലി ചെയ്തിട്ട് 1,000-10,000 രൂപയൊക്കെ മാസത്തില് മേടിക്കുന്ന ഒരാൾക്ക് ആഴ്ചയില് 2,10,000 എന്ന് പറയുമ്പോൾ നമ്മൾ മേടിക്കുന്ന എമൗണ്ടിനെക്കാട്ടും എത്രയോ മടങ്ങാണത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ആ എമൗണ്ടിനെ ആകർഷിക്കാനോ ആ എമൗണ്ടിനെ ഉൾക്കൊള്ളാനോ ഉള്ള ശേഷി നമുക്കില്ല. അത് കറക്റ്റ് അല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ നിരസിച്ചു.
ഇതെനിക്ക് വേണ്ട, നിങ്ങൾ മേടിച്ചോ. ആ ഒരു ഭാഷയില്, അത് എനിക്ക് വേണ്ടാഞ്ഞിട്ടൊന്നും അല്ല. എനിക്ക് ആ 2,10,000 രൂപയെ കിട്ടിയ കഴിഞ്ഞാല് അതിനെ ഉപയോഗിക്കാൻ പറ്റിയ സാഹചര്യം എനിക്കില്ലാഞ്ഞിട്ടോ അത് വേണ്ടാഞ്ഞിട്ടോ അല്ല ഞാനത് പറഞ്ഞത്. അതിനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് ഞാൻ തരൂല, ഇത് മേടിക്കുന്ന ആളുണ്ട്, ഒരാഴ്ച മുടങ്ങാതെ ഇത് മേടിക്കുന്ന ആളുണ്ട്, വേണേലൊന്ന് വന്ന് കണ്ടോ. കണ്ടോ? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ബുധനാഴ്ച വരും. ഒറ്റ വാക്കാ പറഞ്ഞേ, ബുധനാഴ്ച ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ വാക്കിന് ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കുന്നതാണ്. അത് നമ്മളെല്ലാവരും അങ്ങനെയായിരിക്കണം. അവിടെയാണ് ഏറ്റവും പ്രാധാന്യം. ഒരു വാക്ക് പറഞ്ഞാൽ മരണം മുന്നിൽ വന്ന് നിന്നാലും വാക്കു പാലിക്കാനുള്ള ആ ഒരു ചങ്കുറപ്പുണ്ടാകണം. ബുധനാഴ്ച കറക്റ്റ് ഞാൻ അവിടെ ചെന്നു, അത് നേരത്തെ ചെന്നു. അന്ന് ഞാൻ ജോലി ഒഴിവാക്കിയിട്ടൊന്നും അല്ല പോയത്. അന്ന് ഞാൻ ടിപ്പറയില് ലോഡ് എടുത്ത് അത് കൈനാട്ടി കൊണ്ടുപോയി തട്ടി ഹൈവേയിൽ വണ്ടി സൈഡാക്കി കാക്കി ഷർട്ടും ലുങ്കി മുണ്ടും ഒക്കെ ഉടുത്ത് ഞാൻ പോവുകയാണ് ഇത് കേൾക്കാൻ. പറഞ്ഞ വാക്കല്ലേ. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്നെ പോലെ ഡ്രസ് കോഡില് ഒരു വ്യക്തിയും അവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ വന്നിരിക്കുന്ന എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ, എന്താ പറയാ, നമ്മള് നാടൻ ഭാഷ പറഞ്ഞ ഒരു ചളുപ്പ്. അങ്ങനെ ഞാൻ അവിടെ മനസ്സോടെ ഇരുന്നു, കാര്യങ്ങൾ കേട്ടു. അന്ന് അവിടെ കൺക്ലൂഡിങ്ങിന് വന്നത് ഗ്രേറ്റ് എനർജറ്റിക് പവർഫുൾ ലീഡർ SITയുടെ തന്നെ അഭിമാനമായ സത്യൻ മാഷായിരുന്നു. സത്യൻ മാഷിന്റെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഈ ബിസിനസ്സിനോടൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ്. അതായത് ഇത് ആഴ്ചയിൽ 2,10,000 മേടിക്കാൻ നമുക്ക് മുൻകാല പരിചയമോ അല്ല വലിയ വിദ്യാഭ്യാസ യോഗ്യതയോ വലിയൊരു അറിവോ ഒന്നും വേണ്ട. പഠിച്ചോണ്ട് ചെയ്യാം, ചെയ്തുകൊണ്ട് പഠിക്കാം. ഇത് കിട്ടി. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇത് മുമ്പ് എന്നോട് പറഞ്ഞ അബ്ദുൾ ലത്തീഫ് സാറിനോട് ഞാൻ പോയിട്ട് പറഞ്ഞു, സാറേ എനിക്കും പറ്റും, ഞാനും ഇത് ചെയ്യും, ഞാനും ഉണ്ട് കൂടെ. അദ്ദേഹം എന്റെ കൈ കുലുക്കിയിട്ട് പറഞ്ഞു, ആഴ്ച വരുമാനം 2,10,000 അദ്ദേഹം മേടിക്കുമെന്നും അത് മേടിച്ചു തരുമെന്നും വിജയിക്കാൻ വേണ്ടിയുള്ള വഴി നമുക്ക് എനിക്ക് വിജയിക്കാൻ എന്റെ കൂടെ ഒരാളും ഉണ്ട് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇത്രയും നാളും ഒറ്റയ്ക്ക് നമ്മൾ പണിയെടുത്തിട്ട്, ഇത്രയും നാളും ഒറ്റയ്ക്ക് നമ്മൾ നിന്നിട്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടായി, നമുക്ക് എന്ത് മെച്ചമുണ്ടായി, നമ്മൾ ചിന്തിക്കാറുണ്ടോ? അത് ഞാൻ അന്നു മുതലാ ചിന്തിച്ച്. എന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവരെ എന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ അവരെ കണ്ടുകൊണ്ട് എനിക്ക് പോകാൻ പറ്റണ്ടേ? അതെനിക്കൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? അന്ന് ഞാൻ കൈക്ക് പിടിച്ചതാ. അദ്ദേഹം പറയുന്ന പോലെ തന്നെ പ്രവർത്തിച്ചു. മറ്റൊന്നിനെ കുറിച്ചും ചിന്തിച്ചില്ല. എന്നോട് എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 10-35 ഡ്രൈവർമാരുണ്ടായിരുന്നു. അവര് പറയുന്നത് ഞാൻ കേട്ടില്ല. അവരൊക്കെ എന്നോട് എതിർപ്പാ പറഞ്ഞത്. ഒരാളുടെ പോലും വാക്കിന് ഞാൻ വില കൊടുക്കാതെ അബ്ദുൾ ലത്തീഫ് സാറ് പറയുന്നത് പോലെ ഈ ബിസിനസിനെ ഞാൻ കണ്ടു, ഈ ബിസിനസിനെ ഞാൻ ഏറ്റെടുത്തു, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി. മറ്റൊന്നും എനിക്ക് വിഷയമല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ബിസിനസ്സിൽ നമുക്കറിയാലോ, RTP താമസിച്ചുകൊണ്ടുള്ള പ്രോഗ്രാം 2 ദിവസത്തെ അത് ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം എന്റെ മനസ്സ് എന്നോട് തന്നെ പറഞ്ഞു, ഇപ്പൊ ചെയ്യുന്ന മേഖലയെക്കാട്ടും എത്രയോ 10 മടങ്ങ് വിലയേറിയതാണ്, വില നമുക്ക് കിട്ടുന്നതാണ് എന്നുള്ള ബോധ്യം. ഞാൻ ജോലി രാജിവെച്ചു സാർ. ഇത്
ഏറ്റെടുക്കാൻ, ഇതിൽ വിജയിക്കാൻ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നോട്ടമില്ല. എല്ലാ പ്രോഗ്രാമിനും പോയി. കൂടെ വന്നവരെ പ്രോഗ്രാമിന് കൊണ്ടുപോകും. അപ്പോഴാണ് ഇതിന്റെ ഓരോ ട്രെയിനിങ്ങും, ഈ ട്രെയിനിങ് ഒക്കെ കേൾക്കാൻ വേണ്ടി മുമ്പിൽ ഞാൻ പോയി ഇരിക്കുമ്പോ സത്യം പറയാലോ, എന്റെ കൂടെ വന്നവര് ഇതിങ്ങനെ എഴുതും ഡയറിയില്. അപ്പൊ അവരെ ഞാൻ നോക്കിയിട്ട് എനിക്ക് സങ്കടത്തോടെ ഞാനിങ്ങനെ പറയും, ഞാനിങ്ങനെ ആലോചിക്കും, എനിക്കൊന്ന് എഴുതി വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. എനിക്ക് എഴുതുക അങ്ങനെ, ഞാൻ എഴുതിയാൽ എനിക്ക് വായിക്കില്ല, നടക്കില്ല. സാറും മനസ്സിലാക്കണം, ഞാൻ ഇത് ഇവര് പറയുന്ന ഓരോ വാക്കിനെയും ഞാൻ എന്റെ ഹൃദയം കൊണ്ട് ഇങ്ങനെ ഏറ്റെടുക്കും. ഞാൻ വീട്ടിൽ വന്നാൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ഞാൻ ചിന്തിക്കും, അതിങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവര് പറയുന്നതിന്റെ പൊരുൾ എന്താണ്? ചുമ്മാ കേട്ടുപോരല്ല. എഴുതി വെച്ചവര് ഒരുപക്ഷെ ചിലപ്പോ അത് വായിക്കണമെന്നില്ല. എഴുതി വെക്കുമ്പോ രണ്ടു ഗുണമാ. ഒന്ന്, എഴുതുമ്പോ നമ്മുടെ മനസ്സിൽ പതിയും. പിന്നെ അത് എപ്പം വേണമെങ്കിലും നമുക്ക് മനസ്സിൽ നിന്ന് പോയാൽ അതിനെ വായിക്കാം. എന്നാൽ ഹൃദയം തുറന്ന് അതിൽ എഴുതി വെച്ചാൽ മായൂലട്ടോ. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തവനാ ഓരോ കാര്യത്തെയും. സാറേ, എന്നെ കേൾക്കുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു ചൊവ്വാഴ്ച ദിവസം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ഒരു മോർണിംഗ് മീറ്റിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ഗ്രേറ്റ് ലീഡേഴ്സുമാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഈ ബിസിനസ്സില് വിജയിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് സ്ഥിരോത്സാഹമാണ്. സ്ഥിരമായിട്ട് ഉത്സാഹിക്കുക, പ്രവർത്തിക്കുക, അതിനെ വിട്ടു കൊടുക്കരുത്. ഒരു സമയം പോലും ഊണിലും ഉറക്കത്തിലും നമ്മുടെ ഉള്ളിൽ ഇതായിരിക്കണം. ഈ കൈ ഇങ്ങനെ എടുത്തിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴും ഇവിടെ വെച്ചിട്ട് പറയണം, ഈ ബിസിനസ്സിലൂടെ ഞാൻ വിജയിക്കും, ഈ ബിസിനസ്സിലൂടെ ഞാൻ വിജയിക്കും. ഇതിങ്ങനെ പറയണം. ഇതൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അപ്പം നമുക്ക് ചില പ്രലോഭനങ്ങൾ വരും, ചെറിയ നിസ്സാരമായ പ്രതിസന്ധികൾ വരും. ഇത് വരുമ്പം അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഈ ബിസിനസ്സിലെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ളവനാണ്. അതിനു വേണ്ടിയിട്ടുള്ള മുന്നോടിയായിട്ട് എനിക്ക് വരുന്ന നിസ്സാരമായ എന്നെ അതിശക്തനാക്കാൻ വേണ്ടിയിട്ട്, എന്റെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് വരുന്ന നിസ്സാരമായ പ്രശ്നങ്ങളാണിത് എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മളോട് പറയണം. എല്ലാവരും ഇത് ഏറ്റെടുക്കില്ല സാർ. അറിയാത്തവര്, സ്ഥിരമായിട്ട് പരിശ്രമിക്കാൻ തയ്യാറാകാത്തവര്, സ്ഥിരോത്സാഹി അല്ലാത്തവൻ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. സ്ഥിരോത്സാഹിയുടെ പാത നിരപ്പുള്ളതും വീതിയേറിയതുമാ. വിജയം സുനിശ്ചിതമാ. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇച്ഛാശക്തി. അതിനാ പറയുന്നത്. നമ്മളൊരു 10 പേരോട് പറയുമ്പോൾ ആ 10 പേര് നോ എന്ന് പറഞ്ഞാൽ വീണ്ടും അതേ ആവേശത്തോടെ തുടരാനുള്ള ശക്തിയെയാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത്. ആള് തീർന്നിട്ടില്ല ഇവിടെ. ബിനു സാറിന് റോയൽ ഡയമണ്ട് ആകാനല്ല, ക്രൗൺ അംബാസഡർ ആകാനുള്ള ആൾക്കാർ ഇവിടെ നിരയായിട്ട് നിൽക്കുക. ആ ബിനു സാറിന്റെ വരവും കാത്ത് അവരിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. നമ്മൾ എത്തിയിട്ടില്ല സാർ. സാറിന്റെ വരവ് കാത്ത് സാറിനെ ക്രൗൺ അംബാസഡർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാര് ഇവിടെ ലൈനായിട്ട് നിൽക്കുകയാണ്. സാറിന്റെ വരവ് കാത്ത്, എന്റെ വരവ് കാത്ത് എന്നെ ക്രൗൺ അംബാസഡർ ആക്കാനുള്ള ആൾക്കാര് നിരന്ന് നിൽക്കുകയാണ്. അവരിലേക്ക് എത്താനുള്ള ആ ഒരു താമസം മാത്രം.
ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. 135 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയില്. തീർന്നിട്ടില്ല. ആ 135 കോടി ജനങ്ങളില് 1% പോലും ഈ മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഏറ്റെടുത്തവരല്ല. കിടക്കല്ലേ സാറേ, കടല് പോലെ കിടക്കല്ലേ നമ്മുടെ സാധ്യത? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. വിജയ് സാർ ഇവിടെ പറഞ്ഞു കേട്ടായിരുന്നോ, നമ്മുടെ പ്രൊഡക്റ്റുകള് ഓരോന്നും സംതിങ് സ്പെഷ്യൽ, യുണീക്ക് ആണ് സാർ. അതിന്റെ ഓൾ ഇന്ത്യ ലൈസൻസ് വിൽക്കാനും വിൽപ്പിക്കാനും ഉള്ളത്. എന്നിട്ടും നമ്മൾ ടെൻഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം. അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, ഇഫ് യു ഹാവ് സ്ട്രഗിൾ യു ഹാവ് ചേഞ്ച് സംതിങ്. നിങ്ങൾ ഇനിയും ഈ ബിസിനസ്സിൽ വന്നിട്ട് ടെൻഷൻ എടുക്കുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തോ ഒന്ന് മാറ്റം വരുത്താനുണ്ട്. നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമുക്ക് ആനന്ദത്തോടെ സന്തോഷത്തോടെ ഈ ബിസിനസ്സിനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ എന്തോ ഒരു മാറ്റം വരുത്താനുണ്ട്. ഇഷ്ടപ്പെട്ട് ചെയ്യണം ഇതിനെ. അപ്പോഴാണ് നമുക്ക് വരുന്ന പ്രതിസന്ധിയെയോ ബുദ്ധിമുട്ടിനെയോ കഷ്ടപ്പാടിനെയോ ഒന്നും നമുക്ക് വിഷയമല്ലാണ്ടാകുന്നു. സാറേ, നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് കാണാൻ പറ്റിയാൽ, നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലം നമുക്ക് കാണാൻ പറ്റിയാൽ, സാറേ വെറുതെ ഇരിക്കാൻ പറ്റുമോ സാർ? സാറേ, ഒരു 2 വർഷം നിങ്ങളൊന്നും മെനക്കെട്. ഇത് കിട്ടും, ഉറപ്പാ. നമ്മൾ അവിടെ എത്തിപ്പെടും. ആ എത്തിപ്പെടുന്ന സ്ഥലത്തെ ഇപ്പം ഒന്നും ഇല്ലായ്മയിലും കാണാൻ പറ്റുന്നവനാണ് സാർ ലീഡർ. അവനാണ് വിജയിക്കാൻ അർഹതയുള്ളവൻ. അങ്ങനെയാണ് വന്നവരെല്ലാവരും. ഇതിൽ വിജയിച്ചവരെല്ലാവരും അങ്ങനെ തന്നെയാണ്. അവരുടെ ലക്ഷ്യം, അവരെത്തേണ്ട സ്ഥലം അവർക്ക് ഒന്നുമില്ലായ്മയിലും അവർക്ക് കാണാൻ പറ്റി. അതുകൊണ്ടാണ് അവരെ ഇതിനെ ഇങ്ങനെ പിടിച്ചത്. അങ്ങനെ പിടിക്കാൻ പറ്റണം. അവനാണ് വിജയിക്കുന്നവൻ. അല്ലാണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ലീഡർ വരുന്നുണ്ട് എന്നാ അവനെ കാണിക്കാം, 10 പേരെ ഇങ്ങ് കൂട്ടാം. അല്ല സാർ, ഈ ബിസിനസ്സിൽ വിജയിക്കാൻ നമ്മൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാ. ആദ്യം നമ്മൾ റെഡിയാകണം, നമ്മൾ ഇതിൽ സ്ട്രോങ് ആകണം. രണ്ടാമത്തെ കാര്യം സിസ്റ്റമാ. ആദ്യത്തെ സെൽഫാണ്, രണ്ടാമത്തെ സിസ്റ്റമാ. എന്താണ് സാറേ സിസ്റ്റം? നമുക്ക് വിജയിക്കാൻ വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന പ്രോഗ്രാമുകളുടെ നിരയാണ് സിസ്റ്റം. പ്രോഗ്രാമിൽ പങ്കെടുക്കണം, കൂട്ടിക്കൊണ്ടുവരണം. മൂന്നാമത്തെ കാര്യം, നമ്മള് സെലക്ഷന്. നമ്മുടെ കൂടെ വരുന്നവരാണ് നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം. അത് കൃത്യമാക്കണം. നല്ല കാര്യത്വവും ആവേശമുള്ളവര് നമ്മുടെ കൂടെ വരും. അത് സൗന്ദര്യം നോക്കിയിട്ടോ വിദ്യാഭ്യാസം നോക്കിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇത് ഒന്നും നോക്കിയിട്ടല്ല, എളുപ്പപ്പെടാൻ, പറയുന്ന കാര്യം കേൾക്കാൻ തയ്യാറാകുന്നുണ്ടോ, മാറാൻ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത് മാത്രം. ഒരാളുടെ യോഗ്യത കുറിക്കാൻ നമ്മൾക്ക് ആവില്ല സാർ. മറ്റൊരു വ്യക്തിക്ക് അധികാരമില്ല. എല്ലാവർക്കും യോഗ്യതയുണ്ട്. പറഞ്ഞു കൊടുക്കുക, സ്വയം പഠിച്ചു മാറും. ഇത്രയ്ക്കും മനോഹരമായ, ഇത്രയ്ക്കും ബ്യൂട്ടിയുള്ള മറ്റൊരവസരമില്ല. ഈ നൂറ്റാണ്ടില് മുഴുകി പ്രവർത്തിക്കാൻ ഇത്രയ്ക്കും മഹത്തരമായ ഒരു അവസരം വേറെയില്ല. വിജയിക്കാൻ നമ്മുടെ ചിന്തയ്ക്കതീതമായി നമുക്ക് വരുമാനം
വരുമാനമൊന്നുമല്ല സാർ ഇതിൽ വിഷയം. വരുമാനം ഇങ്ങ് വന്നോളൂ. നമ്മുടെ കൂടെ വന്നവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും അവർക്കൊരു ടീമിനെ സെറ്റ് ചെയ്ത് കൊടുക്കാനും നമ്മൾ പ്രവർത്തിക്കുക. നമ്മുടെ വരുമാനത്തെ ഓർത്ത് നമ്മൾ പേടിക്കുകയേ വേണ്ട. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. സ്ഥിരം വിട്ടുകൊടുക്കല്ലേ, മാറി നിൽക്കരുത്, ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. അപ്പം ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇതിലെന്താ ഞാൻ ചെയ്യേണ്ടത്? നമ്മുടെ കൂടെ വരുന്നവർക്ക് കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക, അവരെടുത്ത് പോയി ഇരിക്കുക. അങ്ങനെ ഹോം ഷോപ്പിംഗ് ആയിട്ടും ഹോം മീറ്റിംഗ് ആയിട്ടും ഇതിങ്ങനെ തുടരുക. അപ്പം ഈ ബിസിനസ്സിൽ നമുക്ക് പടിപടിയായിട്ട് ഉയരാൻ പറ്റും, റാങ്കുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓടി വന്ന് ഇതിൽ അച്ചീവർ ആകണമെന്ന് പറഞ്ഞാൽ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സാറേ എന്റെ കൂടെ ആരും വരുന്നില്ല. സാറേ നമ്മുടെ കൂടെ ഒരു 10 പേര് വന്നാൽ ആ 10 പേർക്കും കൊടുക്കേണ്ട കാര്യം നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? വേണ്ടയോ? ഒരു 10 പേര് നമ്മുടെ കൂടെ വന്നു, ആ 10 പേര് ചോദിക്കുന്ന കാര്യത്തിന് യഥാർത്ഥ രീതിയിൽ അതിന് മറുപടി പറയാനും അതിന് ഉത്തരം കൊടുക്കാനും നമുക്ക് അറിവുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇല്ലെങ്കിൽ 10 പേര് പോകുന്ന വഴി ഉണ്ടാവുമോ? നമ്മളോ? ആള് വരും സാർ, ആളല്ല ഇവിടെ പ്രശ്നം, നമ്മളാ പ്രശ്നം. ഞാൻ NDC ആകാത്തത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും എനിക്ക് പഠിക്കാനുണ്ട്. ഞാൻ ഒരുപാട് കാര്യത്തെ ഇനിയും എന്താ പറയാ പരുവപ്പെടാനുണ്ട്, എളിമപ്പെടാനുണ്ട്, ക്ഷമിക്കാനുണ്ട്. അതിനെ ഞാൻ ഇങ്ങനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എനിക്ക് പോകേണ്ട ഇടം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഇപ്പൊ കാണുന്നുണ്ടത്. എന്റെ അച്ചീവ്മെന്റ് എനിക്കിപ്പം കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കാണുന്നതിനാണ് സാറേ ഇതിൽ വിജയിക്കുന്നത്. അത് കാണാൻ പറ്റണം നമുക്ക്. പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിവുള്ള പ്രൊഡക്റ്റ് ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നേ. ഈ പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിക്കാൻ ഇനി ആർക്കും പേടിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ബിസിനസ്സില് വന്നിട്ട് നമ്മുടെ ഈ ഏകദേശം പ്രൊഡക്റ്റുകൾ ഞാൻ ഉപയോഗിച്ചതാണ്. മൂന്നും ബോട്ടിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ബെൽഹാട്ട് ഇപ്പൊ എത്ര ബോട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. വർഷത്തിൽ എങ്ങനെയായാലും ഞാൻ 3 ബോട്ടിൽ കഴിക്കും. ഇമ്യൂണോ 3+, ഡെയിലി ഡിറ്റോക്സ്, ബിലോ 37 എന്റെ വീട്ടിൽ ഇപ്പോഴും. കഫ്നില്, ഹെയർ ഓയില്, ഏത് പ്രൊഡക്റ്റാ ഉപയോഗിക്കാത്തെന്ന് ചോദിച്ചേ. 3.5-4 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് അല്ലേ സാറേ? ചിന്തിച്ചു നോക്കിക്കേ. നല്ല രീതിയിൽ അറിവും ബിനുസാറിന്റെ ഒക്കെ കൂടെ, ബിനുസാറൊക്കെ ഇതിന് മെനക്കെടുന്ന ലീഡേഴ്സാ. വിജയ് സാറിന്റെ കൂടെ, അസ്ലം സാറിന്റെ കൂടെ, രജീഷ് സാറിന്റെ കൂടെ. ഇതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണത്. നമ്മൾ വിളിക്കുമ്പം ലൈവായിട്ട് നമ്മുടെ കൂടെ ആളുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ലീഡേഴ്സ് വരുന്നുണ്ടോ? ഒരു തുടക്കക്കാരന് ഏറ്റവും പ്രധാനപ്പെട്ട നോക്കാനുള്ള ഒറ്റ കാര്യം അതാണ്. നല്ലൊരു ടീമിന്റെ കൂടെ നമ്മൾ വന്നു വിട്ടു, വിജയിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള. അതുകൊണ്ട് ഇതിനെ ശക്തമായിട്ട് ഏറ്റെടുക്കുക. മറ്റെന്തിനെക്കാട്ടും പ്രയോറിറ്റി ഇതിന് കൊടുക്കുക. അപ്പൊ മറ്റെന്തും ചെയ്യാനുള്ള സാധ്യത, ഈ അവസരം നമുക്ക് ഒരുക്കി തരും. അതാണിത്. അതും നമ്മള് മനസ്സിൽ കരുതുന്നതിനെക്കാട്ടും എത്രയോ മടങ്ങ്. അതുകൊണ്ട് ലൈഫിൽ ഏറ്റവും പ്രയോറിറ്റി ഇതിന് കൊടുക്കുക. ഇതിൽ വിജയിക്കും.
അത് എന്നോട് എനിക്ക് തന്നെ പറയാൻ പറ്റണം. ഈ ബിസിനസ്സിലൂടെ ഉന്നത വിജയം ഞാൻ കരസ്ഥമാക്കും. എന്റെ കൂടെ വന്നവരെ വിജയിപ്പിക്കാനുള്ള ഏറ്റവും പ്രയോറിറ്റി ഞാൻ കൊടുക്കും. കണ്ട, നമ്മൾ മാത്രമല്ല, കൂടെ വന്നവരെയും വിജയിപ്പിക്കാൻ സാധിക്കുന്ന മഹത്തരമായ അവസരം. ഏതായാലും സമയമായി. അതുകൊണ്ട് തന്നെ അസ്ലം സാർ വിളിച്ചപ്പം ഞാൻ 6 മണിക്ക് മുമ്പ് അല്ല, 7 മണിയായില്ലേ സാറേ. അപ്പം ബിനു സാറിനൊക്കെ ഞാനിങ്ങനെ കാണും. ബിനു സാറൊക്കെ ബൈക്കും എടുത്ത് പോകുന്നത്. രജി സാറിനെ ഞാൻ കാണും. ബിജു സാറിനെ നമ്മുടെ കണ്ണൂര് ഒരുപാട് കാണലുണ്ട്. അസ്ലം സാറിനെ കാണുന്നതാണ്. നമുക്കിതിൽ വിജയിക്കാൻ പറ്റും സാറേ. കാരണം ഞാൻ പറയാം. ആരാ സാറേ കഴിവോടുകൂടി ജനിച്ചവൻ? ഏതെങ്കിലും ഒരാളുടെ പേര് പറ. ഫുള്ളി കഴിവ് സെറ്റ് ചെയ്തിട്ട് ജനിച്ചു വീണ ഒരു വ്യക്തി ആരാ സാറേ? ആരുമില്ല. കഴിവില്ലാത്തൊരു വ്യക്തിയായിട്ട് ജനിച്ചു വീണത് ആരാ സാറേ? കഴിവുണ്ടാക്കുന്നതും കഴിവില്ലായ്മയെ ആക്കി മാറ്റുന്നതും നമ്മൾ തന്നെയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. വിജയിക്കാൻ പറ്റുമെന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നുണ്ട്. അതിനെ നമ്മളൊന്ന് കേൾക്കാൻ തയ്യാറായാൽ മതി. അതല്ലേ ഇവിടെ വേണ്ടത്? എല്ലാവരുടെയും ഉള്ളിലും കഴിവ് ഉണ്ട് സാർ. ആ കഴിവിനെ ഒന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ കഴിവിനെ മനസ്സിലാക്കാൻ ഒറ്റ കാര്യമുള്ളൂ, ഒറ്റ എളുപ്പ വഴിയുള്ളൂ. സ്ഥിരോത്സാഹിയാകുക. വേറൊരു പോം വഴി ഇല്ല അവിടെ. കേട്ടത് തന്നെ പിന്നെ കേൾക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളില് നമ്മള് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആസ്വദിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മള്, സാറ് നേരത്തെ പറഞ്ഞായിരുന്നു ഈ ബിസിനസ്സിൽ വന്നിട്ട് ഇപ്പം കോർഡിനേറ്റർ റാങ്കാണ് ഇല്ലേ സാറ്? ഏതായിരുന്നു ബിനു സാറേ പറഞ്ഞത് തുടക്കത്തില്? പേര് പറഞ്ഞിട്ട് കച്ചവടക്കാരൻ. അതെ, ആ കാര്യത്തിൽ സന്തോഷിക്കണം സാറേ. അപ്പോഴാണ് നമുക്ക് അടുത്തത് കിട്ടുന്നത്. മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് സന്തോഷിക്കണം. നെക്സ്റ്റ് റാങ്കിലേക്ക് നമ്മൾ പോകും. പുതിയൊരു മനുഷ്യനാകുക, പുതിയ തുടക്കം കുറിക്കുക, ഡെയിലി പുതിയ വ്യക്തിയാകുക, പുതിയ അനുഭവം ഉണ്ടാക്കുക. പറ്റും, പറ്റാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ ആഗ്രഹിച്ച് ഒരു ലക്ഷ്യം വെച്ച് ഒരു തീരുമാനം കുറിച്ച് ഇറങ്ങിയാൽ ഏതൊരു മനുഷ്യനെ കൊണ്ടും അവൻ ആഗ്രഹിക്കുന്നത് പോലെ നേടാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കണം. ഹൃദയം, മനസ്സ് തുറന്നങ്ങ് ആഗ്രഹിക്കണം. ഇത്രയേ ആഗ്രഹിക്കാവൂ, ഇത്രയേ ആഗ്രഹിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല സാർ. നമ്മുടെ അധ്വാനം കൊണ്ട് 3 തലമുറ സേഫ് ആവുകയാണെങ്കിൽ നമ്മുടെ ഈ ജന്മം ധന്യമായില്ലേ സാർ? അതിനുവേണ്ടി എത്ര അധ്വാനിച്ചാൽ എന്താ സാറേ? ഇതിൽ വല്ല അധ്വാനം ഉണ്ടോ? ഇതിലും വലുത് എന്ത് കിട്ടാനാ സാറേ? ഒരു മനുഷ്യന് ലോകത്തെ കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യം അവന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ പറ്റിയ ഒരു സാധ്യത കിട്ടുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് കിട്ടിയത്. അതിനെ നമ്മള് ചില സമയങ്ങളിൽ വില കുറച്ച് കാണുന്നത്. അതിനെ നമ്മൾ പ്രോഗ്രാമിൽ വായെന്ന് പറയുമ്പോ അതല്ല ആണ്ടി. പ്രോഗ്രാമില് ലീഡർ വിളിക്കാതെ ലീഡറിന് മുമ്പേ നമ്മൾ അവിടെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ കടമ. അവിടെയാണ് വിജയിക്കുന്നത്. അവിടെയാണ് ഇതെന്റെ ബിസിനസ് ആയിട്ട് മാറുന്നത്.
അതാണ് ബിസിനസ്. ഇത് ലീഡറിനെ കാണിക്കാൻ വേണ്ടി ചെയ്യേണ്ടതല്ല, ലീഡറിന് വേണ്ടി ചെയ്യേണ്ടതല്ല, എനിക്ക് വേണ്ടി, എന്റെ കൂടെ വന്നവർക്ക് വേണ്ടി. അങ്ങോട്ട് ലയിക്കണം സാറേ, ഇതിനെ അങ്ങോട്ട് സ്നേഹിക്കണം. അപ്പോഴാണ് ഇത് നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ തരുന്നത്. നമ്മുടെ ചിന്തയ്ക്ക് വളരെ പ്രാധാന്യമാണ്. നമ്മുടെ ചിന്തയാണ് നമ്മളെ പ്രവർത്തിക്കാനും നമ്മളെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ പ്രാപ്തനാക്കുന്നത്. നല്ല ചിന്ത ഉണ്ടാക്കുക. എനിക്ക് പറ്റും, ഞാൻ ഇതിൽ വിജയിക്കും, ഞാൻ ഇതിൽ വിജയിക്കാൻ വന്നവനാണ്. വിജയിക്കണം, വിജയിക്കണം. വിജയം എന്നുള്ളത് എഴുതി വെച്ചിട്ടില്ല, ഇന്നവരുടെ മാത്രമാണെന്ന്. നമുക്ക് പറ്റും, അതിനുവേണ്ടി പ്രവർത്തിക്കാം. പറ്റും, 100%. ഏതൊരു വ്യക്തിയാണോ ഇതും വിചാരിച്ചു പോകുന്നത്, അവനെ കൊണ്ട് ഇത് പറ്റും, ഉറപ്പാ. ഇതിനപ്പുറത്ത് വേറൊരു ഓപ്ഷൻ ഒന്നുമില്ല. അങ്ങനെയല്ലേ? അതൊന്നുമില്ല സാർ, ഇത് പറ്റുന്നേ. എല്ലാവർക്കും ഇതിന് പറ്റട്ടെ എന്ന്. ഇത് സാധിക്കും. കാരണം നമ്മളും സർവശക്തന്റെ അനുഗ്രഹിക്കപ്പെട്ട ജന്മങ്ങളാണ്. അസാധ്യമായതൊന്നുമില്ല, സാധിക്കും. ഞാൻ എത്തേണ്ട ലക്ഷ്യം, ഞാൻ എത്തേണ്ട ഇടം കൃത്യമായി കണ്ടുകൊണ്ട് അഹോരാത്രം പ്രവർത്തിക്കാൻ, സ്ഥിരോത്സാഹത്തോടുകൂടി നിരന്തരം പ്രവർത്തിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മലേഷ്യൽ മാർക്കറ്റിംഗ്. താങ്ക് യു.